അസ്സലാമലൈക്കും. ഇന്നൊരു ബീഫ് കറിയാണ്. അപ്പോൾ അതിന് ബീഫ് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഉപ്പും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സ്പൈസസ് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിൽ മസാലയ്ക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഈ ഒരു സ്പൈസസിൻ്റെയും ഈ ഒരു റോ ആയിട്ടുള്ള ഈ പച്ച മസാലയുടെയും ടേസ്റ്റാണ് ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് മിക്സർ നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പൊടിച്ചു വെച്ച സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇത്രയും ആവശ്യമുള്ളൂ ഇതിലോട്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി ഒരു ഇത്തിരിപ്പോളം ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം എണ്ണ ചൂടായതിനു ശേഷം സ്പൈസസ് ഇട്ട് കൊടുത്തു. സ്പൈസസ് ഇതിൽ പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, പെരുംജീരകം, പിന്നെ അതുപോലെ സ്റ്റാർ പോലത്തെ ഒരു ഇതില്ലേ അതും, പിന്നെ ജാതിക്ക, ഇതൊക്കെയാണ് ഇതിൽ സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സവാളയും ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ സാധാ ഒരു ബീഫ് കറിയിൽ നിന്ന് ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ പല ബീഫ് കറിയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ച മാറി അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞ് ഫൈനൽ നമ്മൾ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കറിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി തക്കാളി ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ആ പച്ചമുളക് പേസ്റ്റില്ലേ അതും കൂടി, ആ രണ്ടും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി വന്നതിന് ശേഷമാണ് നമ്മളത് ആഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചത് കറക്റ്റ് കുക്ക് ചെയ്ത് വരും. അപ്പോൾ ഒരു 2 സെക്കൻഡ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ തുറന്ന് നോക്കി അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇടാം, കൂടിപ്പോയ പ്രശ്നമില്ല. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം ഇത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, എണ്ണയൊക്കെ സൈഡിലോട്ട് വന്ന് കറക്റ്റ് ഒരു മസാല കുക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്, കറക്റ്റ് കുക്കിടാണ്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ അതെല്ലാം സൈഡിലോട്ട് ഒന്ന് നീക്കി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള കുറച്ച് മസാലപ്പൊടികളുണ്ട്. അപ്പോൾ അതൊന്ന് ശരിക്കും പറഞ്ഞാൽ മസാലപ്പൊടികളുടെ ആവശ്യമില്ല, പക്ഷേ ഞാൻ എന്നാലും കുരുമുളകൊക്കെ കുറവായിരുന്നു. ആകെ കുറച്ച് കുരുമുളക് ഉണ്ടായുള്ളൂ. അപ്പോൾ എരിവൊക്കെ കുറവായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ചും കൂടി മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇത്തിരി അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 നുള്ള് ഗരം മസാല, വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ആ മിക്സൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട്. ആ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിൽ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫിൻ്റെ ഇതുണ്ടാവും, കറക്റ്റ് വേവായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബീഫ് വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിലൊക്കെ നോക്കട്ടെ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മിക്സിയിലിട്ട് അടിക്കണ നേരം കുറച്ച് തൈരും കൂടി കൂട്ടിയിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അടിച്ചിട്ട് ആ ഒരു പേസ്റ്റ് ഈ ഒരു ബീഫിൻ്റെ കുക്കറിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു വിസിലിന് വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ട്രൈ ചെയ്യുക. താങ്ക് യു.